മക്കളെ വരെയും കളേഴ്സ് കിച്ചണിൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് റാഗി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. റാഗി ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമുക്ക് റാഗി ഞാൻ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. ഈ കപ്പിന് ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. നല്ല കഴുകി ഉണക്കി വെച്ച റാഗി തന്നെ. എന്നാലും നമ്മൾ കഴുകുമ്പോൾ ഒരു 2 വെള്ളവും കൂടെ കഴുകിയിട്ട് നമുക്കിത് ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അര കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ഇഡലി അരിയോ പുഴുങ്ങ അരിയോ എടുക്കാം. ചോറ് വയ്ക്കണ അരി അര കപ്പ് പച്ചരി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ഉഴുന്ന്, ഉഴുന്ന് തൊലിയില്ലാത്ത ഉഴുന്ന്, അത് ഇതിൽ ചേർക്കാം. 1 ടീസ്പൂൺ കണക്കാക്കി ഉലുവ. നമ്മൾ എപ്പോഴും മറ്റേ അരിക്കുള്ള വെച്ച് നമ്മൾ ഇഡലി കഴിക്കുന്നതിന് ഇത് ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ഇഡലി വെച്ച് കഴിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇതൊരു 3-4 വെള്ളം കഴുകി ഒരു 4 മണിക്കൂർ, കുറഞ്ഞത് ഒരു 4 മണിക്കൂർ, 5 മണിക്കൂർ 6 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ ഇട്ടാൽ ഏറ്റവും കുറച്ചുകൂടെ നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ ഞാൻ വെള്ളത്തിലിടുകയാണ്. അതിന് ശേഷം അരയ്ക്കാം. നമുക്ക് 4 വെള്ളം നല്ല കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിലോട്ട് ഒരു 5 മണിക്കൂർ ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെ റാഗിയും ഉഴുന്ന് അരിയെല്ലാം നല്ല കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് നല്ല അരച്ചെടുക്കാം. ഞാൻ ഇവിടെ 6 മണിക്കൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ മിക്സിയിലാണ് അരയ്ക്കണത്. നിങ്ങൾക്കിത് കൂടുതൽ അരിയും റാഗിയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കണതുകൊണ്ട് മാവ് നല്ല ചൂട് കൂടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ 2 ഐസ് കട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഗ്രൈൻഡറിൽ അരയ്ക്കണമെങ്കിൽ ആവശ്യമില്ല. മിക്സിയിൽ നമുക്ക് ചൂട് കയറുമ്പോൾ മാവ് ആണെങ്കിൽ നല്ല പുളിച്ചും പോവും, അത് നല്ല ഒരു സോഫ്റ്റായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. മാവ് ചൂടാവാതെ നോക്കണം. അരച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഈ കട്ടിക്ക് കൂടുതൽ വെള്ളം കൂടുതൽ ആകണ്ട. നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ നാളെ നോക്കാം. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കണക്കാക്കി ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ട് ഒന്ന് കലക്കി വയ്ക്കാം. അപ്പം ഞാനിത് രാത്രിയാണ് ഞാനിതിപ്പം കലക്കി വെച്ചിരിക്കണത്. നാളെ രാവിലത്തേക്ക് കണക്കാക്കി ഇത്രയും കട്ടിക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. നാളെ കൂടുതൽ കട്ടിയാണെങ്കിൽ ശകലം നമ്മൾ ഈ മിക്സി കഴിയ വെള്ളത്തിനെ മാറ്റി വെച്ചിരുന്ന അത് നമുക്ക് തെളിഞ്ഞിരിക്കും. ആ തെളിഞ്ഞിരിക്കുന്ന വെള്ളത്തിനെ മാറ്റിയിട്ട് നമുക്ക് അതിലുള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അത് കട്ടി നമ്മൾ നോക്കി ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് നോക്കാം. നല്ലതാ പൊങ്ങിയിരിക്കുകയാണ്. ഒന്ന് കലക്കി കൊടുക്കാം. നമുക്കിനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കറക്റ്റായിട്ട് കലക്കി വെച്ച വെള്ളം കറക്റ്റായിരിക്കണം. ഇഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചമ്മന്തിയാണ്, ഉള്ളി മുളകും കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. നമുക്ക് ഞാൻ ഇടിയലിലാണ് ഈ ഉള്ളി ഒന്ന് നല്ല അരച്ചെടുക്കണത്. ഒരു 10-15 കഷ്ണം ചെറിയ ഉള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ മുളക് ചമ്മന്തിക്ക്. അപ്പോൾ ഈ ഉള്ളി ഇതിൽ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ഒരു തരി കിടക്കും, കുഴപ്പമില്ല. ഈ രീതിക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് എളുപ്പത്തിനുണ്ടാക്കാം. നമ്മൾ എണ്ണയിലൊന്നും ഇത് വയറ്റൊന്നും വേണ്ട. ഈ ഉള്ളി ഒരു പ്രത്യേക തരത്തിലുള്ള ചമ്മന്തിയാണ്. ഇതേപോലെ ചെയ്ത് നോക്കി മക്കളെ, എളുപ്പത്തിന് ചെയ്യാം. ഒരു 5 മിനിറ്റ് പോലും നമുക്ക് വേണ്ട. ചതച്ചെടുക്കുന്ന സമയം തന്നെ വേണം.
ഇനി ഇത് നമ്മളിത് ഇതേപോലെ എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പിരിയ മുളകാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഒരു 3/4 ടീസ്പൂൺ കണക്കാക്കി ഇടണം. നിങ്ങൾ എരിക്കനുസരിച്ച് ചേർക്കാം. പിരിയ മുളക് ചേർക്കി മക്കളെ, അപ്പോൾ എരിവ് കാണില്ല, കളറും കാണും. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി ചേർക്കാം. ഒന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതേപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് മക്കളെ, നല്ല ഉടച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു താളിപ്പ് കൊടുക്കാം. ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഇരുന്നാൽ വെളിച്ചെണ്ണയിൽ ചെയ്യും മക്കളെ. ഇത്തിരി എണ്ണ കൂടുതൽ ഒഴിക്കണം, ഒരു 2 സ്പൂൺ കണക്കാക്കി ഒഴിക്കണം. നല്ല എണ്ണ തിളയ്ക്കണം, നല്ല തിളയ്ക്കണം. എന്നാലേ ഇത് ഉള്ളി നല്ല അതിനകത്ത് നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല വെന്തും കിട്ടും, പച്ച സ്മെല്ല് ഉണ്ടാവാതെ ഇരിക്കുകയുള്ളൂ. എണ്ണ നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കടുകിട്ട് കൊടുക്കാം. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കായപ്പൊടി ഇത് ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഇളക്കി ഇതിനെ മിക്സാക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മളെ ഉള്ളി മുളകും ചമ്മന്തി. പെട്ടെന്ന് 5 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ ഇല എടുത്തിട്ടുണ്ട്. ഇത് ചീലാന്തി ഇലയെന്ന് ഞങ്ങളെ നാട്ടിൽ പറയും. ഈ ഇലയിലാണ് ഇഡ്ഡലി അവിക്കണത്. ഇപ്പോൾ ഈ ഇല തന്നെ വേണമെന്നില്ല, തുണിയിലും അവിക്കാം. ഇല്ലെങ്കിൽ തട്ടിൽ ഇഡ്ഡലി തട്ടിൽ എണ്ണ നമ്മൾ പുരട്ടിയിട്ട് അതിലും അവിക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇല കിട്ടിയതുകൊണ്ട് ഈ ഇലയിൽ ഞാൻ അവിക്കുകയാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ് ഇലയിൽ അവിച്ച. ഇല്ലെങ്കിൽ വാഴ ഇല ഉണ്ടെങ്കിൽ വാഴ ഇലയിൽ നിങ്ങൾ അവിക്കാം. ഈ ഇലയിലാണ് എണ്ണ നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലിത്തിരി എണ്ണയൊക്കെ നമ്മളിത്തിരി പുരട്ടി നമുക്ക് ഇതിലോട്ട് മാവൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എണ്ണയൊക്കെ അതാ പുരട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി കുട്ടുകത്തിന് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളവും നല്ല വെട്ടി തിളയ്ക്കുന്നത്. ഇനി നമ്മളിതാ ഇലയെല്ലാം ഞാൻ ഇവിടെ തട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എണ്ണയെല്ലാം പുരട്ടി 4 ഇല ഒരു തട്ടിൽ ഞാൻ വയ്ക്കുകയാണ്. ഇത് നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കും. ഇനി ഇതിൽ നമുക്ക് മാവിനെ ഒഴിച്ചു കൊടുക്കാം. മാവെല്ലാം കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഇഡ്ഡലി വെന്തിട്ടുണ്ട്. അന്ന് നമുക്കൊന്ന് കമ്പി വെച്ചൊന്ന് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മതി ഇറക്കാം. നമുക്കിനി ഇലയിലൊന്ന് മാറ്റാം. ഇലയിൽ ഇഡ്ഡലി നല്ല ഒട്ടാതെ വരണം. ഒന്ന് നന്നായിട്ട് ഇതേപോലെ മാറ്റി കൊടുക്കാം. മക്കളെ നമ്മളെ റാഗി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് കൂര വിട്ടലി എന്നും പറയും ചില സ്ഥലങ്ങളിൽ, ഇത് കൂര വന്നും പറയും. വച്ച് കൊടുക്കാം പാത്രത്തിലോട്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉള്ളിയും മുളകും കൊണ്ടൊരു ചമ്മന്തി ഞാൻ വച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കൂടെ തൊട്ട് കഴിക്കാൻ നല്ലതാണ്. സാമ്പാറിൻ്റെ കൂടെ വേണമെങ്കിലും വയ്ക്കാം. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും ഇതിൻ്റെ കൂടെ വച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ നിങ്ങളെ വീട്ടിലും റാഗി ഇഡ്ഡലി ചെയ്ത് നോക്കണം മക്കളെ. നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ആരോഗ്യത്തിനും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ മക്കളെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ കൊച്ചു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മക്കളെ. ഇനി ഒരു വീഡിയോ ആയിട്ട് വരും. ബൈ മക്കളെ.